بسم الله الرحمن الرحيم يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم وما أرسلناك إلا رحمة للعالمين طلع البدر മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതൻ. ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ നബിയെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. നന്മകൾ പൂത്തുലഞ്ഞ വ്യക്തിത്വം, സ്നേഹനിധിയായ പിതാവ്, ഇഷ്ടത്തോഴനായ ഭർത്താവ്, പരോപകാരിയായ അയൽക്കാരൻ, ദയാലുവായ സാമൂഹ്യ സേവകൻ, കാരുണ്യവാനായ പടനായകൻ, നീതിനിഷ്ഠനായ ഭരണാധികാരി, ധർമ്മമെന്തെന്ന് പഠിപ്പിച്ച ദൈവദൂതൻ, അധർമ്മങ്ങളിൽ നിന്നകറ്റിയ അന്തിമ പ്രവാചകൻ. അല്ലാഹുവിന്റെ ദൂതനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. സ്നേഹസംവാദം മാസിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക. കൂടുതൽ വിവരങ്ങൾക്ക് www.muhammadnabi.info www.snehsamvadam.com. السلام عليكم ورحمة الله وبركاته. إن الحمد لله رب العالمين صلى الله وسلم على خير خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحابه أجمعين ومن سار على منهجه واستنى بسنته إلى يوم الدين. أما بعد. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സർവേശ്വരനും പരമകാരുണികനുമായ അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷങ്ങൾ നമ്മിൽ വർഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇസ്ലാം ശാന്തിയുടെ മതം, നീതിയുടെയും എന്ന ശ്രദ്ധേയമായ തലക്കെട്ടിലുള്ള ധന്യമായ ഒരു തുറന്ന ചർച്ചയ്ക്ക് ഇവിടെ സമാരംഭം കുറിച്ചിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഫോടനങ്ങളും അതിൽ ബോധപൂർവമോ അല്ലാതെയോ സ്വാഭാവികമായോ ഇസ്ലാമിൻ്റെ പേരും ലേബലും വലിച്ചു വെക്കുന്നതും ഇത്തരമൊരു തുറന്ന ചർച്ചയുടെ പ്രസക്തി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്.
അടിസ്ഥാനപരമായി മതങ്ങളും സംസ്കാരങ്ങളുമെല്ലാം ഏറെ ആശങ്കയോടുകൂടിയും സംശയത്തോടുകൂടിയും നോക്കിക്കാണപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മതങ്ങളാണ് സമൂഹത്തിന്റെ സന്തുലിതത്തിന് കോട്ട നിൽക്കുന്നതെന്ന്, മതങ്ങളാണ് മനുഷ്യനെ സ്വൈര്യമായി അന്തിയുറങ്ങാൻ സമ്മതിക്കാത്തതെന്ന് രാഷ്ട്രത്തിന്റെയും ലോകത്തിന്റെ തന്നെയും കെട്ടുറപ്പിന് മതങ്ങൾ വിഘാതമാകുന്നുവെന്നുള്ള ആരോപണങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. മതങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ, മതങ്ങളെക്കുറിച്ചുള്ള വിമർശനാത്മകമായ സംവാദങ്ങൾ പലപ്പോഴും എത്തി നിൽക്കാറുള്ളത് അത് ഇസ്ലാമിനെ പ്രതികൂട്ടിൽ അകപ്പെടുത്തുന്ന രീതിയിലാണ് എന്നുള്ളത് ലോകത്തെ സംഭവവികാസങ്ങളെ നിഷ്പക്ഷമായി നോക്കിക്കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടായിരിക്കില്ല. എഴുതുന്നവന്റെ പേനകളിലൂടെ, സംസാരിക്കുന്നവന്റെ നാവുകളിലൂടെ, കഥകളിലൂടെ, കവിതകളിലൂടെ എല്ലാം ഇസ്ലാം പഴിചാരപ്പെടുകയാണ്, പ്രതിക്കൂട്ടിൽ അകപ്പെടുത്തപ്പെടുകയാണ്. ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. മതങ്ങൾക്കൊക്കെയും അവയുടേതായ വിഷയങ്ങളുണ്ട്, സംസാരങ്ങളുണ്ട്. ലോകത്ത് ആൾബലം കൊണ്ട് ഏറ്റവും അധികം അംഗസംഖ്യയുള്ള മതം ക്രിസ്തുമതമാണ്. പക്ഷേ ഇസ്ലാമിനെ പോലെ ക്രിസ്തുമതത്തിലെ അംഗങ്ങളാരെങ്കിലും എന്തെങ്കിലും സ്ഫോടനാത്മകമായ അന്തരീക്ഷം സൃഷ്ടിച്ചാൽ അത് ആ മതത്തിന്റെ പേരിൽ ചർച്ച ചെയ്യപ്പെടാറില്ല. ഇന്ത്യയിൽ, ഭാരതത്തിൽ ഭൂരിപക്ഷ മതസമൂഹം എന്ന് പറയുന്നത് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളാണ്, സുഹൃത്തുക്കളാണ്. ഏതെങ്കിലും ഒരു ഹിന്ദുവായൊരു മനുഷ്യൻ എന്തെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടാക്കിയാൽ അത് മതത്തിന്റെ പേരിലല്ല ചർച്ച ചെയ്യപ്പെടാറുള്ളത്, ആ വ്യക്തിയുടെ പേരിലാണ്. ഇനി മതത്തിന്റെ പേരിൽ മാത്രമല്ല ലോകത്ത് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അത് വേറൊരു സത്യമാണ്. മതമുള്ളവനും മതമില്ലാത്തവനുമെല്ലാം ഈ കാര്യത്തിൽ തുല്യരാണ് എന്ന ഒരു കാഴ്ചപ്പാട് പോലും ലോകത്തുനിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 1960-കളിൽ കേരളത്തിന്റെ തെരുവുകളിൽ പോലും രക്തപ്പുഴവെക്കിക്കൊണ്ട് കടന്നു വന്ന നക്സലിസ്റ്റുകൾ പണക്കാരന്റെ ധാന്യപ്പുരയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ധാന്യമണികൾ അത് പാവപ്പെട്ടവന്റെ കൂടി അവകാശമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അത് പാവങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യത്തിന് മുന്നിൽ ആര് തടസ്സമായാലും അവരെ വധിച്ചുകൊണ്ടാണെങ്കിലും അത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന ആളുകളാണ്. അത് അവരങ്ങനെ പ്രവർത്തിച്ച് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഉക്രൈനിലെ 2 ലക്ഷത്തിലധികം വരുന്ന കർഷകരെ പട്ടിണിക്കിട്ട് കൊന്നുകളഞ്ഞ സ്റ്റാലിൻ താൻ ദാർശനികമായി സ്വീകരിച്ചിരിക്കുന്ന കമ്മ്യൂണിസം അടിസ്ഥാനപരമായി നടപ്പിലാക്കാൻ വേണ്ടി ചെയ്തതാണത്. മതത്തിന്റെ പേരിൽ മാത്രമല്ല ലോകത്ത് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇനി മതത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്നതല്ല. 60 ലക്ഷത്തോളം വരുന്ന ജൂതരെ ഗ്യാസ് ചേംബറിലേക്ക് ആനയിച്ചു കൊന്നു എന്ന് പറയപ്പെടുന്ന ഹിറ്റ്ലർ ഏത് മതക്കാരനായിരുന്നു? അദ്ദേഹം മുസ്ലിം ആയിരുന്നോ? ഹിറ്റ്ലർ ഒരു ക്രിസ്ത്യാനിയായിരുന്നോ അതോ ഹിന്ദു ആയിരുന്നോ പാഴ്സി ആയിരുന്നോ? നമ്മൾ അന്വേഷിക്കാറില്ല. ഹിറ്റ്ലർ ഒരു സത്യക്രിസ്ത്യാനിയായിരുന്നു, ഒരു കത്തോലിക്കനായിരുന്നു. അതുകൊണ്ട് ആ മതം അതിന്റെ പേരിൽ പ്രതി ചേർക്കപ്പെടണമെന്ന് നമുക്ക് അവകാശവാദമില്ല, അഭിപ്രായമില്ല. ഇറാഖിലും അഫ്ഗാനിലുമെല്ലാം അവിടുത്തെ സാധാരണക്കാരുടെ നേരെ ക്ലസ്റ്റർ ബോംബുകൾ വർഷിച്ച അമേരിക്കയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നടന്ന ടോണി ബ്ലെയർ എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, പിന്നീട് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ഒരു ബൈബിൾ സ്കൂളിലെ അധ്യാപകനായിട്ടാണ്. അദ്ദേഹത്തെ പ്രതികരിക്കുന്ന മതത്തിന്റെ പേരിൽ എവിടെയെങ്കിലും ചർച്ച ചെയ്യപ്പെടാറില്ല. അങ്ങനെ വേണമെന്ന് നമുക്ക് അഭിപ്രായമില്ല. പക്ഷെ ഒരു മുസ്ലിം നാമധാരിയായ ഒരു മനുഷ്യൻ താടി വെച്ച അല്ലെങ്കിൽ തലപ്പാവ് ധരിച്ച ആരെങ്കിലും ആയുധമെടുത്താൽ അതുമാത്രം ഇസ്ലാമിക് ടെററിസം, ഇസ്ലാമിക ഭീകരത എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്ന മുതലാളിത്തത്തിന്റെയും സാമ്രാജ്യത്തിന്റെയും കൂലിയെഴുത്തുകാരായ മാധ്യമങ്ങളുടെ ദുഷ്ടലാക്ക് സമൂഹം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ ഇസ്ലാം അതിന്റെ പേരിൽ പോലും ദാർശനികമായ വ്യതിരക്തത പുലർത്തുന്ന ആദർശമാണ്. ലോകത്ത് നാം കാണുന്ന മതസമൂഹങ്ങൾ, ഇവിടെ പേര് പറയപ്പെട്ട ഏത് മതസമൂഹങ്ങളായിരുന്നാലും ഏതെങ്കിലും സമൂഹത്തിന്റെയോ അല്ലെങ്കിൽ ദേശത്തിന്റെയോ ഭാഷയുടെയോ
അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു വന്ന ഏതെങ്കിലും വ്യക്തികളുടെയോ പേരുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഹിന്ദു സമൂഹം സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പേര് നിലനിൽക്കുമ്പോൾ ക്രിസ്തുമതം ജീസസ് ക്രൈസ്റ്റിന്റെ മഹാനായ ക്രിസ്തുയേശുവിന്റെ നാമവുമായി ആ മതം ബന്ധപ്പെട്ടുകൊണ്ട് അറിയപ്പെടുമ്പോൾ ഇസ്ലാം സ്വതന്ത്രമായി സമാധാനത്തിന്റെ നീതിയുടെ ആശയം അതിന്റെ പേരിൽ പോലും പ്രതിനിധാനം ചെയ്യുന്ന ആദർശമാണ്. സിൽമ് എന്ന പദധാതുവിൽ നിന്നാണ് ഇസ്ലാം എന്ന അറബി പദം നിഷ്പന്നമായിട്ടുള്ളത്. സിൽമ് എന്ന് പറഞ്ഞാൽ സുരക്ഷ എന്നും അതുപോലെ തന്നെ ശാന്തി എന്നുമാണ് അർത്ഥം. സിൽമ് എന്ന പദത്തിൽ നിന്നും നിഷ്പന്നമായ ഇസ്ലാം അർത്ഥമാക്കുന്നത് ഇതുപോലെ തന്നെ സമാധാനമെന്ന അല്ലെങ്കിൽ സമർപ്പണമെന്നുള്ള ആശയമാണ്. സർവലോക രക്ഷിതാവായ തമ്പുരാൻ, നമ്മെ ഏവരെയും പടച്ചു പരിപാലിക്കുന്ന നാഥൻ, സൃഷ്ടാവായ നാഥൻ അവന്റെ വിധിവിലക്കുകൾക്ക് പൂർണ്ണമായും കീഴ്പ്പെട്ടുകൊണ്ട് അവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്കാണ് മുസ്ലിം എന്ന് പറയുക. ആ വഴിപ്പെടലിനാണ് സമർപ്പണം എന്ന് പറയുക. അതാണ് ഇസ്ലാം. അപ്പൊ ഇസ്ലാം അതിന്റെ പേരിൽ പോലും അതിൻ്റെതായ വിദഗ്ധത പുലർത്തുന്നു, ശാന്തിയും സമാധാനവും പ്രതിനിധാനം ചെയ്യുന്നു. ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇവിടെ വാളിന്റെയും തോക്കിന്റെയും അശാന്തിയുടെയും അസമാധാനത്തിന്റെയും മതമാണ് എന്ന് പറയുന്നവർ അതിന്റെ ആശയങ്ങൾ എന്താണ് എന്ന്, ദാർശനികമായ വ്യതിരക്തതകൾ എന്തൊക്കെയാണെന്ന് പലപ്പോഴും ചർച്ച ചെയ്യാറില്ല, അല്ലെങ്കിൽ പഠിക്കാറില്ല. സർവലോക സൃഷ്ടാവായ തമ്പുരാനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ, ഖുർആനിന്റെ 1-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹയുടെ 1-ാമത്തെ വചനം മുതൽ അതിന്റെ അവസാനത്തെ അധ്യായം വരെയുള്ള 114 അധ്യായങ്ങളിൽ 113 അധ്യായങ്ങളും ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ രക്ഷിതാവിന്റെ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പരമകാരുണികനും കരുണാനിധിയുമായ നാഥൻ, കാരുണികനും കരുണാവാരിധിയുമായവൻ, റഹ്മാൻ റഹീം എന്ന 2 പദങ്ങൾ ഈ ഭാഷാപരമായ ഈ ഒരു പരിഭാഷയാണ് പ്രതിദാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ട കാര്യം, റഹ്മാനും റഹീമുമായ നാഥൻ, കരുണാവാരിധിയായ തമ്പുരാൻ, അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് ഈ ലോകത്തുള്ള സകല സംവിധാനങ്ങളുമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ലോകത്തുള്ള സകല സംവിധാനങ്ങളും സൃഷ്ടിജാലങ്ങളും ഭൂമിയെ ജീവയോഗ്യമാക്കിയത്, ആകാശത്തെ മനുഷ്യർക്ക് ഭൂമിയിൽ വസിക്കാൻ യോഗ്യമായ നിലയിൽ സംവിധാനിച്ചത്, ഇവിടെയുള്ള സകല സൃഷ്ടിജാലങ്ങളും മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ സംവിധാനിച്ചത്, ഇതെല്ലാം കൃത്യമായും സർവലോക സൃഷ്ടാവായ തമ്പുരാന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ് നാം വിലയിരുത്തേണ്ടത്. ആ കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിലോകത്തേക്ക് പറഞ്ഞയച്ചത്. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയുടെ 30-ാമത്തെ വചനത്തിൽ ഞാനിതാ ഒരു പ്രതിനിധിയെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നു എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് മനുഷ്യൻ ഭൂമിയിലെ. അള്ളാഹുവിന്റെ പ്രതിനിധി എന്ന നിലയിൽ കൃത്യമായും അവന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അവന് ചില ഭാഗധേയങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളും ഭാഗധേയങ്ങളും ഉള്ളപ്പോൾ തന്നെ സ്വതന്ത്രമായ ഒരു കൈകാര്യകർത്തൃത്വം, സ്വതന്ത്രമായ തീരുമാനാധികാരം ഒരു പരിധിവരെ മനുഷ്യനിൽ ഉണ്ട് എന്നുള്ളത് നാം അംഗീകരിക്കുന്നു. പ്രപഞ്ചനാഥനായ തമ്പുരാന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്, അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് ഈ മനുഷ്യന്റെ കൈകാര്യകർത്തൃത്വ അവകാശം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. ഖുർആൻ സൂറത്തു തീനിലൂടെ 95-ാമത്തെ അധ്യായം സൂറത്തു തീനിന്റെ 3, 4, 5 വചനങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു തരുന്നു. മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്, അള്ളാഹു നമ്മോട് പറയുന്നു, മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് അത് അഹ്സനു തഖ്വീം, ഏറ്റവും നല്ല ഘടനയോടുകൂടിയാണ്. എന്നാൽ അവൻ അധമനായിത്തീരുന്നു. അഥവാ ഏറ്റവും അധമത്വത്തിന്റെ അഗാധകർത്തങ്ങളിലേക്ക് ആപതിക്കുവാനും അതേപോലെ തന്നെ ഉന്നതമായ വിധാനത്തിലേക്ക് ഉയർന്നു വരുവാനും സ്വാഭാവികമായും കഴിവ് നൽകപ്പെട്ട ജീവിയാണ് മനുഷ്യൻ. അത് പ്രപഞ്ചനാഥന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് ഈ കഴിവ് നൽകപ്പെട്ടത് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതോടൊപ്പം തന്നെ ഖുർആൻ പറയുന്നു, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഖുർആനിന്റെ 76-ാമത്തെ അധ്യായം സൂറത്തുൽ ഇൻസാനിന്റെ 3-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, ഇതാ 2 പാതകൾ, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ.
നിനക്ക് നാം മാർഗം കാണിച്ചു തന്നില്ലയോ? നന്ദിയുള്ളവനാകാം, ഒന്നുകിൽ നന്ദിയുള്ളവനാവാം, അല്ലെങ്കിൽ നിഷേധിയാകാം. ഈ നന്ദിയുടെയും നിഷേധത്തിന്റെയും പാത ഏതാണെന്ന് പഠിപ്പിച്ചു തരുവാനാണ് ലോകത്ത് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുള്ളത്. പ്രവാചകന്മാർ തങ്ങളുടെ ദൗത്യ സന്ദേശവുമായി കടന്നു വന്നിട്ടുള്ളതിനെ വിശുദ്ധ ഖുർആൻ പറയുന്നത് അത് മനുഷ്യന് മേലുള്ള അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് എന്നാണ്. പ്രപഞ്ചനാഥനായ തമ്പുരാന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് ഭൂമിയിലേക്ക് മനുഷ്യരെ പറഞ്ഞയച്ചതും അവന് സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വ അവകാശം നൽകിയതും നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകിയതുമെല്ലാം. ലോകത്തേക്ക് മുഴുവനും ഇതേ പ്രകാരം മുഴുവൻ സമൂഹങ്ങളിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്നാണ് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എല്ലാ സമുദായത്തിലേക്കും എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാരെ കടന്നു വന്നിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എല്ലാ സമൂഹത്തിലേക്കും വലിക്കുല്ലി ഉമ്മത്തിൻ ഹാദ് വലിക്കുല്ലി ഉമ്മത്തിൻ റസൂൽ, എല്ലാ സമുദായത്തിലേക്കും ദൂതന്മാരുണ്ട്, എല്ലാ സമുദായത്തിലേക്കും മാർഗദർശകന്മാർ കടന്നു വന്നിട്ടുണ്ട്. അതെ, ആ മാർഗദർശകന്മാർ കടന്നു വന്നത് പ്രപഞ്ചനാഥന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഈ പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വ ഖാതമുൻ നബിയീൻ. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്തു അഹ്സാബിന്റെ 40-ാമത്തെ വചനം. ഇതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നിങ്ങൾ ആ പ്രവാചകന്മാരിൽ അന്തിമനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ ലോകത്തിന് മുഴുവനായുമുള്ള പ്രവാചകനാണെന്നാണ് പഠിപ്പിച്ചു തന്നത്. കാഫത്തൽ ലിന്നാസ്, ജനങ്ങൾക്ക് മുഴുവനായുമുള്ള പ്രവാചകൻ. അതെ, ജനങ്ങൾക്ക് മുഴുവനായും ലോകത്തിന് മുഴുവനായും നീതിയും ശാന്തിയും സമാധാനപൂർണമായ ജീവിത സംവിധാനങ്ങളെയും കുറിച്ച് പഠിപ്പിച്ചു തന്നുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് കഴിഞ്ഞുപോയി. ആ പ്രവാചകന്റെ ദൗത്യം തന്നെ കാരുണ്യത്തിൽ അധിഷ്ഠിതമായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആനിന്റെ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയാന്റെ 107-ാമത്തെ വചനത്തിലൂടെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ, നിന്നെ നാം നിയോഗിച്ചിട്ടുള്ളത് പ്രവാചകരെ ലോകർക്ക് മുഴുവൻ കാരുണ്യമായി കൊണ്ടാണ് എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ലോകർക്ക് മുഴുവൻ കാരുണ്യമായി കൊണ്ട് കടന്നു വന്ന പ്രവാചകൻ, ലോകർക്ക് മുഴുവൻ കാരുണ്യമായി കൊണ്ട് കടന്നു വന്ന പ്രവാചകന്റെ ജീവിതത്തിൽ, പ്രവാചകന്റെ സംസാരത്തിൽ, പ്രവാചകന്റെ പ്രവർത്തനങ്ങളിൽ കാരുണ്യമല്ലാതെ മറ്റൊന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല. ആ പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് ഇവിടെ ഭീകരതയുടെ ആൾ രൂപമായി, അതുപോലെ തന്നെ തീവ്രവാദത്തിന്റെ മൂലകേന്ദ്രമായി, ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ അതിന്റെ എല്ലാം കേന്ദ്രമായി പലപ്പോഴും പരിചയപ്പെടുത്താറുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് വസ്തുനിഷ്ഠമായ ഒരു അപഗ്രഥനത്തിന് നാം വിധേയമാക്കുകയാണ് എങ്കിൽ തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ കാരുണ്യത്തിന്റെ നിദർശനമായ ആ ജീവിതത്തെയാണ് നമുക്ക് കാണാൻ കഴിയുക. നിങ്ങൾ പരിശോധിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പച്ചയായി ഇവിടെ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നു. പ്രവാചകന്റെ ജീവിതത്തിൽ യാതൊരുവിധ പുഴുക്കുത്തുകളും ഏൽപ്പിക്കാൻ പ്രവാചകന്റെ വിമർശകന്മാർക്ക് പരിശ്രമിക്കാമെന്നല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പച്ചയായ ജീവിതം ചരിത്ര യാഥാർത്ഥ്യമായി ലോകത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പീഡനങ്ങളുടെ പ്രയാസങ്ങളുടെ കൊടുമുടിയിലാണ് ജീവിച്ചിരുന്നത്. പ്രവാചകന്റെ അനുയായികൾ ക്രൂരമാം വിധം വധിക്കപ്പെടുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്രഷ്ടാവായ തന്റെ നാഥന്റെ മുമ്പിൽ സുജൂദിലായിരിക്കുമ്പോ, സാഷ്ടാംഗ പ്രാർത്ഥനയിലായിരിക്കുമ്പോ പ്രവാചകന്റെ കഴുത്തിൽ, പ്രവാചകന്റെ ശിരസിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എഴുന്നേൽക്കാൻ കഴിയാതിരിക്കുമാറ് പ്രവാചകനെ പിടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്റെ ശിഷ്യയായിരുന്ന സുമയ്യ റളിയല്ലാഹു അൻഹയെ അവരുടെ ശരീരത്തിന്റെ മർമ്മഭാഗത്ത് ഇരുമ്പിന്റെ ചുട്ടുപഴുപ്പിച്ച കമ്പി കുത്തിയിറക്കി അവരെ ക്രൂരമായി കൊന്നുകളഞ്ഞ സാഹചര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നാം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നെഞ്ചകത്ത് മണലാരുണ്യത്തിൽ അദ്ദേഹത്തെ വിവസ്ത്രനാക്കി മലർത്തിക്കിടത്തി നെഞ്ചകത്ത് വലിയ പാറക്കല്ലുകൾ കയറ്റിവെച്ച് അങ്ങാടിപ്പിള്ളേരെ കൊണ്ട് കയറിട്ട് വലിപ്പിച്ച് ആഘോഷിച്ചിരുന്ന മക്കയിലെ ക്രൂരന്മാരായ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്. ആ പ്രവാചകനും അനുയായികളും 3 വർഷത്തോളം ശഅബ് അബീ ത്വാലിബിൽ മക്കയുടെ ഒരു മലഞ്ചെരുവിൽ
പച്ചിലകൾ മാത്രം കഴിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞുപോയ സാഹചര്യം ലോകത്തുണ്ടായിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും അന്ന് വിസർജിച്ചിരുന്നത് ആടുകൾ വിസർജിക്കുന്നത് പോലെയായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്നിട്ട് ആ പ്രവാചകന്റെ കയ്യിൽ അധികാരമുണ്ടായപ്പോ, പ്രവാചകർ ഒരു രാഷ്ട്രത്തിന്റെ നായകനായപ്പോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യൻ ഉപദ്വീപ് ജയിച്ചടക്കിയപ്പോ, മക്ക വിജയമുണ്ടായപ്പോ ആ സമൂഹത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, ഇന്ന് നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നായിരുന്നു. എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് അവർ പറഞ്ഞു, താങ്കൾ മാന്യനാണ്, മാന്യന്റെ പുത്രനാണ്, മാന്യത മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, കാരുണ്യത്തിന്റെ പ്രവാചകൻ തന്റെ അനുയായികളിൽ ഒരാൾ ഇതാ ഇന്ന് രക്തം ചൊരിച്ചിലിന്റെ ദിവസമാണെന്ന് പറഞ്ഞപ്പോ, അല്ല, അൽ യൗമു യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്, അതുകൊണ്ട് ശക്തിയുള്ളപ്പോഴാണ്, അൽ അഫു ഇൻദൽ മഖ്ദിറ, കഴിവുള്ളപ്പോഴാണ് ക്ഷമിക്കേണ്ടത് എന്ന് പറഞ്ഞ് തന്നെ പീഡിപ്പിച്ച, തന്റെ അനുയായികളെ പീഡിപ്പിച്ച മക്കയിലെ ശത്രുക്കൾക്ക് മാപ്പ് കൊടുത്ത കാരുണ്യത്തിന്റെ ഉദാത്തമായ മാതൃക പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകൻ വിജയശ്രീലാളിതനായപ്പോ നമുക്ക് കാണാൻ കഴിയുന്നു. ഇതുപോലെ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ആ പ്രവാചകനെയാണ് ഇവിടെ ഭീകരതയുടെ പര്യായമായി, തീവ്രവാദത്തിന്റെ ആൾരൂപമായി പലപ്പോഴും ലോകം വായിച്ചുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പത്രമാധ്യമങ്ങൾ അങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ ശാന്തിയുടെ പ്രഭാഷകനായിരുന്നില്ല. ശാന്തിയെയും സമാധാനത്തെയും കുറിച്ച് പ്രഭാഷണം സംഘടിപ്പിക്കുക എളുപ്പമാണ്. പക്ഷേ അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് പ്രയാസമുണ്ടാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിയെക്കുറിച്ച് സംസാരിക്കുക മാത്രമല്ല, അദ്ദേഹം അത് പ്രായോഗിക ജീവിതത്തിൽ, അത് വ്യക്തിതലം മുതൽ സാമൂഹ്യ തലം വരെ ഓരോ നിലവാരത്തിലും പ്രവാചകൻ അത് പ്രായോഗികമായി കാണിച്ചു തരികയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തി ജീവിതത്തിലെ നീതിപൂർവകമായ ജീവിതത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹുവിന്റെ സ്രഷ്ടാവായ നാഥന് വേണ്ടി അവനോട് നീതി കാണിക്കണം എന്നാണ് മനുഷ്യരോട് ആദ്യമായി പഠിപ്പിക്കുന്നത്. സ്രഷ്ടാവായ നാഥനോട് നീതി കാണിക്കുക, അവൻ തന്ന അനുഗ്രഹങ്ങൾക്ക്, അവൻ തന്ന അവന്റെ കാരുണ്യത്തിന്, അവന്റെ അനുഗ്രഹങ്ങൾക്ക് സ്രഷ്ടാവായ നാഥനോട് എങ്ങനെയാണ് നീതി കാണിക്കുക, അവന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് സ്രഷ്ടാവായ നാഥനോട് നീതി കാണിക്കുക എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. മാനസികമായ സംഘർഷങ്ങളാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസങ്ങളെന്ന് വിലയിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഏറ്റവും വലിയ ലോകത്ത് നിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ യുദ്ധമാണെന്നോ അല്ലെങ്കിൽ ആയുധങ്ങളാണെന്നോ അല്ല ലോകത്തുള്ള പ്രമുഖരായ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും മനഃശാസ്ത്രജ്ഞന്മാരും നമുക്ക് പറഞ്ഞു തരുന്നത്, മറിച്ച് മാനസിക വിഭ്രാന്തിയാണ് എന്നുള്ളതാണ്. വിപ്ലവങ്ങൾ നടത്തിയ, കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന, വലിയ ടെക്നോളജിയിൽ ഏറെ ഉന്നതിയിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മനോരോഗികളുള്ളത് എന്ന പുതിയ വെളിപ്പെടുത്തലുകൾ നമ്മെ ഞെട്ടിക്കുന്നതാണ്. ഈ മാനസിക വിഭ്രാന്തിയിൽ നിന്ന് മനുഷ്യന് മോചനം വേണം, മനസ്സിന് സമാധാനം വേണം, മനസ്സിന് ശാന്തി വേണം. അതെ, വ്യക്തി ജീവിതത്തിൽ ആരംഭിക്കുന്ന ശാന്തിദായകമായ സംവിധാനങ്ങൾ കൊണ്ട് മാത്രമാണ് സമൂഹത്തിൽ ശാന്തി ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ സമൂഹത്തിൽ നിർമ്മാണാത്മകമായി നാം കൊണ്ടുവരുന്ന ശാന്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിയമം ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ ശാന്തി ഉണ്ടാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ, അത് പലപ്പോഴും ശാന്തിദായകമായി തീരാത്തത് വ്യക്തി ജീവിതത്തിൽ ശാന്തിയും നീതിയും കൊണ്ടുവരാൻ മനുഷ്യന് സാധിക്കാത്തത് കൊണ്ടാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഖുർആനിന്റെ 13-ാമത്തെ അധ്യായം സൂറത്തുർ റഅദിന്റെ 28-ാമത്തെ വചനത്തിലൂടെ എങ്ങനെയാണ് മനുഷ്യ മനസ്സുകൾക്കകത്ത് ശാന്തിയെ കൊണ്ടുവരാൻ കഴിയുക, ശാന്തി ഉണ്ടാക്കി തീർക്കാൻ കഴിയുക എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക, ഹൃദയങ്ങൾക്കകത്ത് ശാന്തി വേണോ, സമാധാനം വേണോ, അവിടെ ദൈവസ്മരണ കൊണ്ട് മാത്രമാണ്, പ്രപഞ്ചനാഥനായ തമ്പുരാനെ കുറിച്ചുള്ള ബോധം കൊണ്ട് മാത്രമാണ്, അവന് എല്ലാം കീഴൊതുങ്ങി സമർപ്പിച്ച് ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ് മനുഷ്യരെ സമാധാനവും ശാന്തിയും ഉണ്ടാക്കി തീർക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെയെങ്കിൽ ആ ശാന്തിദായകമായ ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിത്തീരണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രപഞ്ചനാഥനായ സർവേശ്വരനായ സ്രഷ്ടാവിന്റെ നിയതമായ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്.
അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് സർവവും സമർപ്പിച്ച് തനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പോലും പ്രപഞ്ചനാഥനായ തമ്പുരാന്റെ തീരുമാനങ്ങൾക്ക് വിധേയമാണെന്നും അതിൽ പോലും തനിക്ക് നന്മയുണ്ടെന്നും വിശ്വസിക്കുകയും അവന് സമ്പൂർണമായി അവനിൽ ഭരമേൽപ്പിക്കുകയും സമ്പൂർണമായി അവനിൽ സമർപ്പിക്കുകയും ചെയ്യുന്നവനാണ് മുസ്ലിം. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പാടിന്റെ പ്രശ്നമില്ല. അവന്റെ മനസ്സിൽ അശാന്തി ഉണ്ടാവില്ല. അവന്റെ മനസ്സിൽ യാതൊരു വിധത്തിലുള്ള സംഘർഷങ്ങളോ വിഭ്രാന്തികളോ ഉണ്ടാകുന്ന പ്രശ്നമില്ല. അതേ വ്യക്തി ജീവിതത്തിൽ ആരംഭിക്കേണ്ടതാണ് ശാന്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. ഇവിടെ മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ആവശ്യമായ ഒരുപാട് ചോദനകളുണ്ട്. അവന് ഭക്ഷണം വേണം, അവന് പാർപ്പിടം വേണം, അവന് വസ്ത്രം വേണം, അവന്റെ ലൈംഗിക പൂർത്തീകരണം നടക്കേണ്ടതുണ്ട്. ഇവിടെ ഇതെല്ലാം അള്ളാഹു അനുവദിച്ച അനുവദനീയമായ തലത്തിൽ നിന്നുകൊണ്ട് ആസ്വദിക്കണമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ അത് കുലു വശ്രബു, നിങ്ങൾ കഴിച്ചുകൊള്ളുക, കുടിച്ചുകൊള്ളുക, പക്ഷേ വലാ തുസ്രിഫു, നിങ്ങൾ അതിൽ ഇസ്രാഫ് കാണിക്കരുത്, ദുർവ്യയം ചെയ്യരുത്, അമിതമായി ചെലവഴിക്കരുത്, ദൂർത്തടിക്കരുത് എന്നുള്ള കൽപ്പന പാലിക്കപ്പെടുമ്പോഴാണ് ആ വിഷയത്തിൽ സ്രഷ്ടാവിനോട് നീതി കാണിക്കാൻ, ആ വിഷയത്തിൽ അള്ളാഹുവിനെ നമ്മെ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഏത് കാര്യത്തിലായിരുന്നാലും ലൈംഗിക സമ്പൂർത്തീകരണത്തിന്റെ വിഷയത്തിൽ പോലും നിയതമായ അനുവദനീയമായ ഇണകളിലൂടെയുള്ള ലൈംഗിക ബന്ധം അത് പ്രപഞ്ചനാഥനായ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കുന്ന കാര്യമായിട്ടാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്ന ആദർശം അതാണ്. അത് അനനുവദനീയമായ മാർഗത്തിലൂടെ കടന്നു ചെല്ലുമ്പോഴാണ് അശാന്തി ഉണ്ടായിത്തീരുക, കുടുംബ സംവിധാനങ്ങൾ തകരുക, സാമൂഹ്യ സംവിധാനങ്ങൾ തകരുന്നത്, മാരകമായ രോഗങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത്. ഇനി കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവിടെ നിങ്ങൾക്ക് ശാന്തി വേണോ, അവിടെ നിങ്ങൾ നീതി പാലിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നീതി നിലവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതവിടെ ശാന്തി ഉണ്ടായിരിക്കണം. ശാന്തി ഇല്ലാതെ നീതിയെക്കുറിച്ച് പ്രസംഗിക്കുന്നത്, നീതി ആഗ്രഹിക്കുന്നത് വ്യർത്ഥമാണ് എന്നുള്ളതാണ്. നീതിയില്ലാതെ ശാന്തിയെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് അർത്ഥമില്ലെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. കുടുംബത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചും ബാധ്യതകളെ കുറിച്ചും ഇസ്ലാം സംസാരിക്കുന്നു. 1800-കൾക്ക് മുമ്പ് എഴുതപ്പെട്ട ദാർശനിക ഗ്രന്ഥങ്ങളിൽ ധാർമ്മിക വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഏത് ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാലും അവിടെ നമുക്ക് സ്ത്രീയുടെ അവകാശങ്ങളെ കുറിച്ച് കാണാൻ കഴിയില്ല, ബാധ്യതകളെ കുറിച്ച് മാത്രമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. ഖുർആനിൽ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയുടെ 228-ാമത്തെ വചനത്തിലൂടെ അവർക്ക് ബാധ്യതകൾ മാത്രമല്ല അവർക്ക് നിയതമായ ചില അവകാശങ്ങളും ഉണ്ട് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അതെ, ശാന്തി വേണോ കുടുംബത്തിൽ, നീതി ഉണ്ടാവണം. പുരുഷന്റെ ഉത്തരവാദിത്വം സ്ത്രീ ഏറ്റെടുക്കുകയോ സ്ത്രീയുടെ ഉത്തരവാദിത്വം പുരുഷൻ ഏറ്റെടുക്കുകയല്ല, മറിച്ച് സ്ത്രീ പുരുഷ പാരസ്പര്യത്തോടെയുള്ള ശാന്തിദായകമായ കുടുംബം ഉണ്ടാവണമെങ്കിൽ പരസ്പരം നീതി പാലിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടെല്ലാം ഇസ്ലാം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ശുഹദാ ലില്ലാഹി ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരാവുക. വിശുദ്ധ ഖുർആനിന്റെ താല്പര്യം അതാണ്. അള്ളാഹുവിന് വേണ്ടി നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരാവണമെന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ അതിന്റെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസാഇന്റെ 135-ാമത്തെ വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഔ അലാ അൻഫുസിഹിം അവൽ വാലിദൈനി വൽ അഖ്റബീൻ, അതിന് നിങ്ങൾക്ക് സ്വന്തത്തിനെതിരായിരുന്നാലും നിങ്ങളുടെ മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ എതിരായിരുന്നാലും നിങ്ങൾ നീതി പാലിക്കുക. അതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. ഖുർആനിന്റെ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയുടെ 8-ാമത്തെ വചനം. നിങ്ങൾ ഒരു ജനതയോടുള്ള വിദ്വേഷം, അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാവരുത്. നിങ്ങൾ നീതി പാലിക്കുവിൻ, ഹുവ അഖ്റബു ലിത്തഖ്വ. അതാണ് സർവ്വലോക സൃഷ്ടാവായ തമ്പുരാനോടുള്ള സൂക്ഷ്മതയോട്, തഖ്വയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് എന്നുള്ളതാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇസ്ലാം പ്രതിദാനം ചെയ്യുന്ന, ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന ഒരു സമൂഹത്തിൽ അവിടെ നീതിയുണ്ട്, അതുകൊണ്ട് തന്നെ അശാന്തിയില്ല. ഇസ്ലാം പ്രായോഗികമായി ലോകത്ത് കാണിച്ചു തന്ന സമൂഹത്തിൽ അവിടെ നീതി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അശാന്തി നമുക്ക് കാണാൻ കഴിയുന്നില്ല. എവിടെ ലോകത്ത് പ്രശ്നങ്ങളുണ്ടോ, എവിടെ ലോകത്ത് സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ടോ, എവിടെ ലോകത്ത് ചാവേറാക്രമണങ്ങളുണ്ടോ, അവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും, അവിടെയെല്ലാം അശാന്തി ഉണ്ടാകും. എവിടെയെല്ലാം ലോകത്ത് അശാന്തിയുണ്ടോ അവിടെയെല്ലാം ലോകത്ത് അനീതി ഉണ്ടാകും.
നീതിയിൽ അധിഷ്ഠിതമായ വ്യവസ്ഥയിലൂടെ അല്ലാതെ ശാന്തി കരഗതമാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം നീതിയെക്കുറിച്ച് ശാന്തിയെക്കുറിച്ച് സംസാരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ശാന്തി ഉണ്ടായിത്തീരണമെങ്കിൽ നീതി ഉണ്ടാവണമെന്നുള്ള കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയും പ്രായോഗികമായി കാണിച്ചു തരികയുമാണ് ചെയ്തത്. അങ്ങനെയാകുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങളെ എടുത്തുകൊണ്ട് പ്രവാചകൻ ഒരു ശാന്തിയെ കുറിച്ച് സംസാരിച്ചിരുന്നുവെങ്കിലും അശാന്തി നിറഞ്ഞ അന്തരീക്ഷമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന ഒരഭിപ്രായം പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടായ യുദ്ധങ്ങളുടെ സാഹചര്യം ചരിത്രം നമ്മൾ അപഗ്രഥിക്കേണ്ടതുണ്ട്, വിശകലനം ചെയ്യേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിലെ ജീവിതത്തെ കുറിച്ച് നാം സംസാരിക്കുകയുണ്ടായി. പ്രവാചകൻ അവിടെ എവിടെയെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാളെടുത്തുകൊണ്ട് ശത്രുക്കൾക്കെതിരെ ആയുധമെടുത്ത അല്ലെങ്കിൽ സമൂഹത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറിച്ച് ത്യാഗപൂർണമായ പ്രവാചകന്റെ പ്രബോധന കാലഘട്ടം 13 വർഷക്കാലം നീണ്ടുവന്ന പ്രവാചകന്റെ മക്ക ജീവിത കാലഘട്ടത്തിന് ശേഷം അവിടെ നിന്ന് തന്നെ വധിക്കുവാനുള്ള സാഹചര്യമുണ്ടെന്നറിയുമ്പോൾ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം തന്നെയും തന്റെ സമൂഹത്തെയും ഇസ്ലാമിക സമൂഹത്തെ ജീവിക്കാൻ മക്കയിൽ അനുവദിക്കുകയില്ല എന്ന് മനസ്സിലാകുമ്പോൾ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം പ്രവാചകൻ മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. മദീനയിലെത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സ്വാഭാവികമായും ഒരു ഇസ്ലാമിക രാഷ്ട്രം രൂപപ്പെടുന്നു. ആ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരി എന്നുള്ള നിലയിൽ രാഷ്ട്രത്തിലെ പ്രജകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പ്രവാചകനുണ്ട്. രാഷ്ട്രത്തിന്റെ ക്രമസമാധാന നില അത് നിലനിർത്തേണ്ട ഉത്തരവാദിത്തം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ട്. ആ മക്കയിൽ തങ്ങൾ വിട്ടേച്ചു പോയ, തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ തങ്ങളുടെ നാണയങ്ങളും തങ്ങളുടെ ധാന്യശേഖരങ്ങളും തങ്ങളുടെ കുതിരകളും തങ്ങളുടെ സമ്പാദ്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മക്കയിലെ ശത്രുക്കളിതാ വലിയൊരു കച്ചവടത്തിന് തയ്യാറെടുക്കുന്നുവെന്നും ആ കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വലിയ സാമ്പത്തിക ലാഭം മദീനയെ നശിപ്പിക്കാൻ, മദീനയെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുമെന്നുള്ള വിവരം കിട്ടിയപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നത്. ഉദിനലില്ലദീന യുഖാതിലൂന ബിഅന്നഹും ദുലിമു വിശുദ്ധ ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിന്റെ 39-ാമത്തെ വചനം. ഇതാ നിങ്ങൾക്ക് യുദ്ധത്തിനുള്ള അനുമതി നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ആക്രമിക്കപ്പെടുന്നത് കൊണ്ട്. അവർ അതിക്രമിക്കപ്പെട്ടു എന്ന കാരണം കൊണ്ട് അവർക്കിതാ തിരിച്ചടിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നു. ഇങ്ങോട്ട് അതിക്രമിച്ച് കടന്നു വരുന്ന നശീകരണ ശ്രമങ്ങളുമായി കടന്നു വരുന്ന ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ ഏത് രാഷ്ട്ര സംവിധാനമാണ് നോക്കി നിൽക്കുക? ഇന്ത്യയെ ആക്രമിക്കാൻ ഒരു വിദേശ രാഷ്ട്രം തയ്യാറെടുക്കുന്നു എന്ന വിവരം കിട്ടിയാൽ ഇന്ത്യയിലെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള ഇവിടത്തെ ഭരണാധികാരികൾ അത് ആക്രമിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ അക്രമത്തെ കുറിച്ച് സംസാരിക്കാതെ നമുക്ക് ശാന്തി മതി, നമുക്ക് വാളെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുന്നത് ഏത് രാഷ്ട്ര സംവിധാനത്തിലാണ് ഉണ്ടാവുക എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അതെ, ആയുധമെടുക്കുമ്പോ അവിടെയും നീതി പാലിക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് ഇസ്ലാം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും, നിങ്ങളോട് ഇങ്ങോട്ട് അതിക്രമിക്കുന്നവരുമായി നിങ്ങൾ അങ്ങോട്ടും ആക്രമിച്ചു കൊള്ളുക, യുദ്ധം ചെയ്തു കൊള്ളുക. വലാ തഅതദു, അവിടെ നിങ്ങൾ അനീതി കാണിക്കരുത്. ഏതൊരു ദർശനമുണ്ട്, ഏതൊരു ആശയമുണ്ട്, യുദ്ധസമയത്ത് ഇത്രയധികം കണിശമായി നീതി പാലിക്കണമെന്ന് പഠിപ്പിക്കുകയും ആ നീതിയെക്കുറിച്ച് സംസാരിക്കുക മാത്രമല്ല അത് പ്രായോഗികമായി കാണിച്ചു തരികയും ചെയ്തത്. യുദ്ധസമയത്ത് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നീതിയെക്കുറിച്ച്, അതുപോലെ തന്നെ അതിക്രമം ചെയ്യരുത് എന്നതിനെ കുറിച്ച്. നിങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കരുത്, ഫലവൃക്ഷങ്ങൾ നശിപ്പിക്കരുത്, വൃദ്ധന്മാരെ വധിക്കരുത്, അതേ പ്രകാരം തന്നെ അതുപോലെ തന്നെ മിണ്ടാപ്രാണികളെ ആക്രമിക്കരുത് എന്ന് തുടങ്ങിയ നീതിയെക്കുറിച്ച്, യുദ്ധസമയത്ത് പോലും പാലിക്കേണ്ട നീതിയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, നിശ്ചയമായും അനീതി പാലിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പ്രത്യേകമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ നമുക്ക് അങ്ങനെ പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇസ്ലാം ശാന്തിയുടെ മതമാണ്, നീതിയുടെ ആദർശമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രായോഗിക മാതൃകൾ ഇസ്ലാമിക ചരിത്രത്തിലും ഇസ്ലാമിക സമൂഹത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചരിത്രപരമായ ഒരു വിശകലനത്തിൽ ഇസ്ലാമിനെ വിധേയമാക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വിധേയമാക്കുമ്പോൾ
അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ആദർശമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഭീകരതയല്ല, ഇസ്ലാമിൽ ഭീകരതയില്ല എന്ന് മാത്രവുമല്ല, അന്യായമായി ഒരാളെങ്കിലും കൊല ചെയ്യപ്പെടുന്നുവെങ്കിൽ, അന്യായമായി ഒരു മനുഷ്യജീവനെങ്കിലും നശിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അത് ലോകത്തുള്ള സകല മനുഷ്യരെയും വധിക്കുന്നതിന് തുല്യമാണ് എന്ന കാഴ്ചപ്പാടാണ് വിശുദ്ധ ഖുർആൻ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അന്നഹു മൻ ഖതല നഫ്സൻ, ആരെങ്കിലും ഒരു ആത്മാവിനെ അന്യായമായി വധത്തിന്റെ പേരിലല്ലാതെ അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലല്ലാതെ നശിപ്പിക്കുന്നുവെങ്കിൽ അവർ ലോകത്തുള്ള സകല മനുഷ്യരെയും വധിക്കുന്നതിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയുടെ 32-ാമത്തെ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന ശാന്തിദായകമായ അന്തരീക്ഷം അത് ലോകത്ത് സംജാതമാവേണ്ടതുണ്ട്. അതിന് സർവ്വലോക സൃഷ്ടാവായ തമ്പുരാന് സമ്പൂർണമായി കീഴ്പ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാം കടന്നു വരേണ്ടതുണ്ട്. ശുദ്ധ ഖുർആൻ അത് ഭീകരതയുടെ ഗ്രന്ഥമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭീകരനായിരുന്നില്ല, മറിച്ച് നീതിയുടെ, കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, ശാന്തിയുടെ സന്ദേശമാണ് ഇവിടെയെല്ലാം ഇസ്ലാമിൽ, വിശുദ്ധ ഖുർആനിൽ, പ്രവാചകന്റെ ജീവിതത്തിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. എവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടുമ്പോ, എവിടെയെങ്കിലും സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോ അത് ജിഹാദികളാണ് ചെയ്തത്, ആ കാര്യത്തിന് പറയുന്ന പേരാണ് ജിഹാദ് എന്ന ആക്രോശങ്ങളാണ് പലപ്പോഴും ഇവിടുത്തെ പത്രമാധ്യമ തമ്പുരാക്കന്മാർ നമ്മുടെ മുമ്പിൽ വിളമ്പാറുള്ളത്. എന്താണ് ജിഹാദ് എന്ന് പഠിപ്പിച്ചു തരേണ്ടത് ഇവിടുത്തെ മാധ്യമങ്ങളല്ല, മറിച്ച് അത് ജിഹാദ് എന്താണ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. അത് ജിഹാദ് എന്താണെന്ന് പ്രായോഗികമായി കാണിച്ചു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൽ തന്നെ, മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ വജാഹിദു, നിങ്ങൾ ജിഹാദ് ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഖുർആനിന്റെ സംബോധനകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാളെടുത്തിരുന്നെങ്കിൽ ആ ആഹ്വാനം കേട്ടുകൊണ്ട് ശത്രുവിന്റെ തലവെട്ടാൻ വേണ്ടി പ്രവാചകൻ അനുയായികളെ ആഹ്വാനം ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ജിഹാദ് അത് യുദ്ധം മാത്രമാണെന്ന്. എന്നാൽ പ്രവാചകന്റെ ജീവിതത്തിൽ വജാഹിദു ബിഹി ജിഹാദൻ കബീറ, ഇതാ വിശുദ്ധ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യുവിൻ എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് ഒന്നാമതായി പരിചയപ്പെടുത്തുന്നത്. ഖുർആൻ കൊണ്ട് എങ്ങനെയാണ് ജിഹാദ് ചെയ്യുക? ഖുർആൻ ഒരു വാളല്ല, ഖുർആൻ ഒരു ബോംബല്ല, ഖുർആൻ ഒരു തോക്കല്ല എന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യാൻ പറയുമ്പോൾ ഖുർആനിന്റെ കോപ്പികൾ എടുത്തിട്ട് അത് മനുഷ്യരുടെ തലക്കടിക്കാനാണ് അതുകൊണ്ടുള്ള ആഹ്വാനമെന്ന് ആരെങ്കിലും പറയുമെന്ന് നാം വിചാരിക്കേണ്ടതില്ല. എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യുക? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകൻ കാണിച്ചു തന്നു. ഹുദൈബിയ സന്ധി കഴിഞ്ഞ്, ഹുദൈബിയ സന്ധി അത് ഇസ്ലാമിക സമൂഹത്തിലുണ്ടായ മുസ്ലിം സമൂഹത്തിന് നാണക്കേടുണ്ടാക്കുന്ന സന്ധിയാണെന്ന് സ്വഹാബികളിൽ ചിലരിൽ പോലും കരുതിപ്പോയ ഒരു സന്ധിയായിരുന്നു. മുസ്ലിങ്ങൾക്ക് അമ്പേ പരാജയം തോന്നിക്കുന്ന വ്യവസ്ഥകളാണ് ഹുദൈബിയ സന്ധിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ വിശുദ്ധ ഖുർആൻ അത് ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന 48-ാമത്തെ അധ്യായം സൂറത്തുൽ ഫത്ഹിന്റെ 1-ാമത്തെ വചനത്തിലൂടെ ഇത് വ്യക്തമായ വിജയമാണെന്ന് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. അതെ, 2 വർഷങ്ങൾക്കുള്ളിൽ പരിമിതമായ സന്ദർഭങ്ങളിൽ തന്നെ ഇസ്ലാം വിജയശ്രീ ലാളിതമായി തിരിച്ചു വരുന്നത് നമ്മൾ കാണുകയാണ്. ഈ 2 വർഷം യുദ്ധമില്ലാതിരുന്ന സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ പ്രബോധനം നിർവഹിച്ചു. അത് അറേബ്യൻ ഉപദ്വീപിന്റെ പുറത്തേക്ക് ഇസ്ലാം വ്യാപിക്കാനുള്ള നിമിത്തമായി തീർന്നു. അതെ, ശാന്തിദായകമായ അന്തരീക്ഷത്തിലാണ് ഇസ്ലാം കൂടുതൽ വളർന്നിട്ടുള്ളത്. ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച മതമാണ് എന്ന വിമർശനത്തിന് മുമ്പിൽ ഇസ്ലാമിന്റെ വളർച്ച ഏറ്റവും വലിയ തോതിൽ സംഭവിച്ചിട്ടുള്ളത് ഹുദൈബിയ സന്ധിക്ക് ശേഷമുള്ള 2 വർഷം സമാധാനപൂർണമായ സംഘർഷങ്ങളില്ലാത്ത ആ 2 വർഷത്തിലായിരുന്നുവെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. വളരെ ചുരുങ്ങിയ ആളുകൾ ന്യൂനപക്ഷമായിരുന്ന മദീനയിലെ സമൂഹത്തെ ഹജ്ജത്തുൽ വിദായിൽ നമ്മൾ കാണുന്നത് 1 ലക്ഷത്തിലധികം പേരുള്ള വലിയ ഒരു അനുചര വൃന്ദവുമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാം അശാന്തിയാണ്, അസമാധാനമാണ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഇസ്ലാമിനെതിരെയുള്ള തമസ്കരണ ശ്രമമാണ്. ഇസ്ലാമിന്റെ ശാന്തിയുടെയും നീതിയുടെയും ഇസ്ലാമിന്റെ സമത്വത്തിന്റെയും ദർശനം അത് സമാധാനപൂർണമായ അന്തരീക്ഷത്തിൽ പ്രചരിക്കപ്പെടുന്നുവെങ്കിൽ ഇവിടെ ഇസ്ലാമിന് അഭൂതപൂർവമായ വളർച്ചയുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ ഇവിടുത്തെ സാമ്രാജ്യത്വ ലോകം, ഇവിടുത്തെ മുതലാളിത്ത ലോകം അവർ കണ്ടുപിടിച്ച, ഇസ്ലാമിനെ തകർക്കുവാൻ കണ്ടുപിടിച്ച ഒരു വിമർശനം മാത്രമാണ് ഇസ്ലാം ഈസ് ടെററിസം എന്നുള്ള, ഇസ്ലാം
ഭീകരതയാണ് എന്നുള്ള ആരോപണം. ആ തമസ്കരണ ശ്രമങ്ങൾക്ക് മുമ്പിലും ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രവുമല്ല, ഇത്തരത്തിലുള്ള മുസ്ലിം ഭീകരവാദികൾ എന്ന പേരിൽ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നടത്തിയ ഭീകരാക്രമണങ്ങൾ, സംഘർഷങ്ങൾ എന്ന് പരിചയപ്പെടുത്തപ്പെട്ട പല സംഭവങ്ങളും പിന്നീടുള്ള വിശകലനത്തിൽ അതിന്റെ യാതൊരു ഭീകരതയുടെയോ മുസ്ലിങ്ങളുടെ പേരുമായോ ബന്ധപ്പെടുത്താൻ കഴിയുന്ന യാതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പിന്നീട് നിയമകൂടങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലഘട്ടത്തിൽ കേരളത്തിൽ ചർച്ചയായിരുന്ന ലവ് ജിഹാദി എന്ന ആ മ്ലേച്ഛമായ പ്രയോഗത്തിലൂടെ വിമർശിക്കപ്പെട്ട ആ ഒരു സാഹചര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും. ഇവിടെ നിയമപാലകന്മാരും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പോലും ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം അത് വ്യാപകമായി ആയിരക്കണക്കിന് ആളുകൾ ആ തലത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് വിമർശനം നടത്തിയ ആളുകൾ അന്വേഷണം കഴിഞ്ഞ് കേരളത്തിന്റെ പരമോന്നത നീതിപീഠം ആ വിഷയത്തിൽ ഉത്തരവിട്ടത്, ആ വിഷയത്തിൽ പുറപ്പെടുവിച്ച വിധി എന്തായിരുന്നു നിങ്ങൾക്കറിയുമോ? അങ്ങനെ ഒരു സംഭവം തന്നെ വ്യവസ്ഥാപിതമായി കേരളത്തിൽ ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളതായിരുന്നു. കേരളത്തിൽ നിന്ന് 300 പേര് കാശ്മീരിലേക്ക് ഭീകരവാദ പ്രവർത്തനം പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിരിക്കുന്നു എന്ന തലക്കെട്ടോടുകൂടിയാണ് കേരളത്തിലെ ഒരു പത്രമുത്തശ്ശി, ഒരു ദേശീയ മാധ്യമം ഒരു ദിവസം പിറന്നു വീണത്. പിന്നീട് ആ ദിവസങ്ങൾ കഴിഞ്ഞ് അന്വേഷണങ്ങൾ പൂർത്തിയായപ്പോ നമുക്ക് കാണാൻ കഴിഞ്ഞത് 3 പേർ പോലും അല്ലെങ്കിൽ 30 പേർ പോലും അങ്ങനെ പോയതായിട്ട് വസ്തുനിഷ്ഠമായ തെളിവുകൾ നമുക്ക് നമ്മുടെ ഇന്റലിജൻസിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എവിടെ നിന്നാണ് ഈ മാധ്യമ തമ്പുരാക്കന്മാർക്ക്, എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള തമസ്കരണ ശ്രമങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത്? അല്ലെങ്കിൽ അതിനുള്ള ശ്രമം ഉണ്ടാകുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളോടൊപ്പം കേരളത്തിലെ ചില മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു കർണാടകയിലെ ഹുബ്ലിയിൽ വനാന്തർ ഭാഗത്ത് ലഷ്കർ-എ തൊയ്യബയുടെ ക്യാമ്പ് പിടിച്ചു എന്നുള്ളത്. ലഷ്കർ-എ തൊയ്യബയുടെ ക്യാമ്പ് പിടിച്ചു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ അതുപോലെ തന്നെ മീഡിയകൾ, ചാനലുകളെല്ലാം മണിക്കൂറുകളോളം സംപ്രേഷണം ചെയ്തു. അത് വനാന്തർ ഭാഗത്ത് ഒരു പച്ച പതാക കാണിച്ചുകൊണ്ട് ഇത് പാകിസ്ഥാന്റെ കൊടി നാട്ടിയതാണെന്നും അവിടെ കാണിച്ചിരിക്കുന്ന ആരോ മാർക്കുകൾ അത് അവിടെ ഉന്നം വെച്ച് ആയുധ പരിശീലനം നടത്താനുള്ള മാർഗങ്ങളായിരുന്നുവെന്നുമൊക്കെ പച്ചയായി മലയാളത്തിൽ പോലും എഴുതി വിട്ടു നമ്മുടെ മാധ്യമങ്ങൾ. പക്ഷേ പിന്നീട് കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർണാടകയിലേക്ക് വണ്ടി കയറി അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ പോയി ഈ വനാന്തർ ഭാഗത്ത് 52 കിലോമീറ്റർ വനാന്തരത്തിലൂടെ യാത്ര ചെയ്ത് പറയപ്പെട്ട പ്രദേശത്ത് എത്തി നോക്കിയപ്പോ അവിടെ കാണാൻ കഴിഞ്ഞത് മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം അനുഷ്ഠിച്ചു വരുന്ന ജാറവുമായി ബന്ധപ്പെട്ട് ദർഗായുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പച്ചപ്പതാകയും അങ്ങോട്ടുള്ള വഴി കാണിക്കുന്ന ആരോ മാർക്കുമായിരുന്നു. അത് എവിടെ എത്തി? നമ്മുടെ മാധ്യമ തമ്പുരാക്കന്മാരുടെ നീതിബോധം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ നമുക്കിനിയും പറയാൻ കഴിയും. ചാവക്കാട് കോയ എന്ന് പറയുന്ന മനുഷ്യന്റെ കയ്യിൽ നിന്ന്, ബാഗിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു ദിവസം നമ്മളെ പത്രങ്ങൾ വിളിച്ചുണർത്തിയത്. എന്തായിരുന്നു ചാവക്കാട്ടെ കോയയുടെ പേരിലുള്ള ആരോപണങ്ങൾ? ചാവക്കാട്ടെ കോയയുടെ കയ്യിൽ നിന്ന് ആയുധം പിടിച്ചുവെന്ന് വിശുദ്ധ ഖുർആനിന്റെ താളുകൾ മറിച്ച് കാണിച്ച് നമ്മുടെ ചാനലുകൾ മണിക്കൂറുകളോളം സംപ്രേഷണം ചെയ്തു. എന്തായിരുന്നു ചാവക്കാട്ടെ കോയയിൽ നിന്ന് പിടിച്ചതെന്ന് അറിയുമോ? ദുബായിലെ ഒരു കുട്ടികൾക്കുള്ള കളിപ്പാട്ടക്കടയിൽ കയറിയാൽ നിങ്ങൾക്കും എനിക്കും വാങ്ങാൻ കിട്ടുന്ന ഒരു കളിത്തോക്ക് പിടിച്ചുകൊണ്ടാണ് ചാവക്കാട്ടെ കോയയിൽ നിന്ന് ആയുധം പിടിച്ചു. അതുകൊണ്ട് ഇതാ ചാവക്കാട് കടപ്പുറത്തൂടെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആയുധം ഇറങ്ങുന്നു എന്ന പ്രചാരണം നടത്താൻ നമ്മുടെ പത്രങ്ങൾ ശ്രമിച്ചത്. സത്യമെന്താണെന്ന് തുറന്നെഴുതാൻ, ഞാൻ ഈ പറയപ്പെട്ട സംഭവങ്ങളിലൊന്നും സത്യമെന്താണെന്ന് തുറന്നെഴുതാൻ ഇവർ പിന്നീട് ആരും തയ്യാറാവാറില്ല എന്നുള്ളതാണ് വസ്തുത. അത്തരത്തിലുള്ള സംഭവങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ ആരെങ്കിലും തെറ്റിദ്ധാരണ മൂലം ഇത്തരം സംഭവങ്ങളെ യാഥാർത്ഥ്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്ന അർത്ഥത്തിൽ മാത്രമാണ് ഞാനത് വിശദീകരിച്ചത്. ഇസ്ലാമിനെ തമസ്കരിക്കാൻ, ഇസ്ലാമിനെതിരെ ചെളിവാരി എറിയാൻ ഇവിടത്തെ ഏത് വിമർശകന്മാർ ശ്രമിച്ചാലും, അത് സാമ്രാജ്യത്വമാവട്ടെ, മുതലാളിത്തമാവട്ടെ, അവരുടെ കൂലി എഴുത്തുകാരായ മാധ്യമങ്ങളാവട്ടെ, ആര് ശ്രമിച്ചാലും സാധ്യമാവുകയില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. യുരീദൂന അയ്യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ അയ്യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. വിശുദ്ധ ഖുർആന്റെ 9-ാമത്തെ അധ്യായം സൂറത്തു തൗബയുടെ 32-ാമത്തെ വചനം. അവർ അല്ലാഹുവിന്റെ പ്രകാശത്തെ അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്താമെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ അല്ലാഹു അവന്റെ പ്രകാശം പൂർണ്ണമാകാതെ സമ്മതിക്കുകയില്ല. അവർ സത്യനിഷേധികൾക്ക് അത് എത്ര അനിഷ്ടകരമായിരുന്നാലും ശരി, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ.
ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. ഖുർആനിന്റെ 9-ാമത്തെ അധ്യായം സൂറത്തു തൗബയുടെ 33-ാമത്തെ വചനം. അവനാണ്, അല്ലാഹുവാണ് സത്യമതവുമായി പ്രവാചകന്മാരെ സന്മാർഗവുമായി പ്രവാചകനെ പറഞ്ഞയച്ചിട്ടുള്ളത്. അവന്റെ ആ ആദർശം ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, ലോകത്തുള്ള സകല മതങ്ങളെക്കാളും അത് അതിജയിക്കുക തന്നെ ചെയ്യും. ആരൊക്കെ സത്യനിഷേധികൾ ബഹുദൈവ വിശ്വാസികൾക്ക് അത് അനിഷ്ടകരമായിരുന്നാലും ശരിയെന്ന് ഖുർആൻ നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമർപ്പണത്തിന്റെ സമാധാനത്തിന്റെ രാജപാതയിലേക്ക് കടന്നു വരിക എന്നത് മാത്രമാണ് പാരത്രികമായ മോക്ഷം കരഗതമാക്കുവാൻ മനുഷ്യന്റെ മുമ്പിലുള്ള ഏകമാർഗം. ഖുർആനിന്റെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആലി ഇംറാനിന്റെ 83-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയുന്നത് പോലെ വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരെങ്കിലും ഈ സമർപ്പണത്തിന്റെ പാതയല്ലാതെ, ഈ ശാന്തിയുടെ മാർഗമല്ലാതെ, ഈ സമാധാനത്തിന്റെ ആദർശമല്ലാതെ ആരെങ്കിലും ഒരു മത ആദർശമായി മറ്റേതെങ്കിലും ഒരു പാതയെ പിൻപറ്റുന്നുവെങ്കിൽ, മറ്റേതെങ്കിലും ഒരു ആദർശത്തെ അംഗീകരിക്കുന്നുവെങ്കിൽ ഇല്ല, അവനിൽ നിന്നത് സ്വീകരിക്കുകയില്ല. മാത്രവുമല്ല, പാരത്രികമായ ലോകത്ത് അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുമെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ ശാന്തിയുടെ, സമാധാനത്തിന്റെ, നീതിയുടെ, സ്നേഹത്തിന്റെ ആദർശമായ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ, തെറ്റുദ്ധാരണകൾ അകറ്റാൻ വളരെ വിനീതമായ ഒരു ശ്രമമാണ്, ഒരു സംരംഭമാണ് യഥാർത്ഥത്തിൽ നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ സംവാദാത്മകമായ ചോദ്യങ്ങൾ കൊണ്ട്, വിമർശനങ്ങൾ കൊണ്ട് ഈ സംവാദവേദിയെ ധന്യമാക്കണമേ എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരമകാരുണികനായ നാഥന്റെ കരുണാ കടാക്ഷങ്ങൾ നമ്മൾ ഏവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് റസീൽ. ഇവിടെ തുടക്കത്തിൽ ഷിഹാബ് സാഹിബ് പ്രസംഗിക്കും പറഞ്ഞു, പിന്നെ ഹിറ്റ്ലർ, പിന്നെ അതുപോലെ തന്നെ ടോണി ബ്ലെയർ, ഇവരൊക്കെ തന്നെ ലോകത്ത് ഒരുപാട് പിന്നെ വയലൻസിന് നേതൃത്വം കൊടുത്ത ആൾക്കാരാണ്. പക്ഷെ ഇവിടെ പലപ്പോഴും ഇവരാരും തന്നെ ഹിറ്റ്ലർ വിശ്വസിച്ചിരുന്ന ജൂതമതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ടോണി ബ്ലെയർ വിശ്വസിച്ചിരുന്ന ക്രിസ്തു മതത്തിൻ്റെ പേര് പറഞ്ഞുമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന വയലൻസുകൾ, ഭരണകൂടം നേതൃത്വം നൽകുന്ന വയലൻസുകൾ, അല്ലെങ്കിൽ വ്യക്തികൾ നേതൃത്വം കൊടുക്കുന്ന വയലൻസുകൾ പലപ്പോഴും പൊളിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ മറ്റു ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നത് പലപ്പോഴും മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മീഡിയകൾ ചിത്രീകരിക്കുന്ന കാര്യങ്ങളിൽ വിശുദ്ധ ഖുർആനും അതുപോലെ ഹദീസും മറ്റു വാക്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് പലപ്പോഴും അവർ ചെയ്യുന്നത്. അത്തരത്തിൽ ഒന്ന് ചെയ്യുമ്പോൾ പിന്നെ ഒരു സമൂഹം പിന്നെ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ അവരെ കുറ്റം പറയുന്നത് ശരിയാണോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ അർസല റസൂലഹു